എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ വിഷം വഹിച്ചു കൊണ്ടുപോകുന്ന ചില ജീവികളെക്കുറിച്ചാണ്. അവയിൽ മനുഷ്യരിലേക്ക് ഉഗ്രവിഷം എത്തിച്ച് മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്ന കുഞ്ഞു ജീവികൾ വരെ ഉൾപ്പെടുന്നു. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാമ്പിനങ്ങളിൽ ഒന്നായ അണലിയെക്കുറിച്ചാണ്. അണലി വളരെ അപകടകാരികളാണ് എന്ന് പറയാൻ പ്രധാന കാരണം മനുഷ്യരുടെ വാസസ്ഥലത്തിൻ്റെ അടുത്തായി സാധാരണ നമ്മൾ അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളെ കാണാറുണ്ട്. ഉഗ്രവിഷം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു പാമ്പ് തന്നെയാണ് അണലി. അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യരെ അണലി ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഒരുവിധത്തിൽപ്പെട്ട എല്ലാ ആശുപത്രികളിലും അതിൻ്റെ ചികിത്സ ലഭ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രാഥമിക ശുശ്രൂഷ ചെയ്ത ശേഷം ആശുപത്രികളിലേക്ക് പോകുന്നതാണ് ഏറ്റവും ഉചിതം. നമ്മൾ സാധാരണ ഇന്ത്യയിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ മനുഷ്യരെ കൊല്ലാൻ സാധ്യമായ വിഷമുള്ള പാമ്പുകൾ വളരെ കുറവാണ്. എന്നാൽ വിഷം വഹിച്ചു കൊണ്ടുപോകുന്ന ഭൂരിഭാഗം പാമ്പുകളും മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റ് ജീവികളുടെയോ മറ്റോ എന്തെങ്കിലും ചലനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അവിടെ നിന്നും ഒഴിഞ്ഞു മാറാനാണ് പതിവ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തരാണ് അണലി. അണലി ഏതുതരം ചലനങ്ങളുണ്ടായാലും സാധാരണ ഒളിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ പാമ്പ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ ഭയപ്പെടുത്തുന്ന, മനുഷ്യർക്ക് ഭീഷണിയാകുന്ന ഒരു പാമ്പ് തന്നെയാണ് അണലി. രാജവെമ്പാല അഥവാ കിങ് കോബ്ര. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പുകളിൽ മുൻപന്തിയിൽ തന്നെയാണ് രാജവെമ്പാലയുടെ സ്ഥാനം. ഇവ സാധാരണ കാടുകൾക്കുള്ളിൽ ഇരുട്ടിൽ വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഒരു പരിധിവരെ ഇവ ഭീഷണിയാകുന്നില്ല. മറ്റ് പാമ്പുകളിൽ നിന്നും വ്യത്യസ്തരായി 7 അടി വരെ ഉയർന്നു നിൽക്കാൻ ഇവയ്ക്ക് സാധിക്കും. സാധാരണ ഇന്ത്യയിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന പാമ്പിനത്തിൽപ്പെട്ടവ തന്നെയാണ് കിങ് കോബ്ര. ഇവയുടെ കടി കിട്ടിയാൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാര്യം, രാജവെമ്പാലയുടെ അടുത്തു നിന്നും മാറി ഒരു സേഫായ സ്ഥലത്തേക്ക് മാറി നിൽക്കാം എന്ന് ചിന്തിച്ചാലും അത് സത്യത്തിൽ സേഫ് ആകുന്നില്ല. കാരണം വിഷം ചീറ്റി എറിയാനും കഴിവുള്ള ഒരു പാമ്പാണ് രാജവെമ്പാല. ഇംഗ്ലണ്ട് ടൈപ്പാൻ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പാമ്പുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് ടൈപ്പാൻ. അതായത് രാജവെമ്പാലയുടെ ഏതാണ്ട് 200 മടങ്ങ് അപകടകാരികളാണ് ഈ പാമ്പിനം. ഇവയുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് മനുഷ്യൻ ഇല്ലാതാകും. അതേപോലെ ഒരു കടിയിൽ തന്നെ 100 മനുഷ്യരുടെ ജീവനെടുക്കാൻ കെൽപ്പുള്ള വിഷമാണ് ഇവ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഭാഗ്യവശാൽ മനുഷ്യരിൽ നിന്നും അകന്ന് ജീവിക്കാനാണ് ഇവ താല്പര്യപ്പെടുന്നത്. സാധാരണ രീതിയിൽ ഓസ്ട്രേലിയയിലാണ് ഈ പാമ്പുകളെ കൂടുതലും കണ്ടുവരുന്നത്. അടുത്തതായി ബ്ലൂ റിംഗ് ഒക്ടോപ്പസ് അഥവാ നീല നിറത്തിലുള്ള കുഞ്ഞു നീരാളി. കടലിൻ്റെ അടിത്തട്ടിൽ കണ്ടുവരുന്ന ഒരു കുഞ്ഞു നീരാളിയാണ് ബ്ലൂ റിംഗ് ഒക്ടോപ്പസ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയുടെ ശരീരത്തിൽ നീല നിറത്തിലുള്ള റിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാഴ്ചയിൽ വളരെ മനോഹരമെന്ന് തോന്നുന്ന ജീവികളാണ് ബ്ലൂ റിംഗ് ഒക്ടോപ്പസ്. എന്നാൽ വളരെ കൊടിയ വിഷം വഹിച്ചു കൊണ്ടുപോകുന്ന ജീവികളാണിവ. അതായത് ഏതാണ്ട് 20 മനുഷ്യരുടെ ജീവനെടുക്കാനുള്ള വിഷം ഇവ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ സയനൈഡിൻ്റെ 1200 മടങ്ങ് ശക്തിയുണ്ട് ഇവയുടെ വിഷത്തിന്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ സാധിക്കും എത്രത്തോളം അപകടകാരികളായ ജീവിയാണ് ബ്ലൂ റിംഗ് ഒക്ടോപ്പസ് എന്ന്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷം വഹിച്ചു കൊണ്ടുപോകുന്ന ജീവികളുടെ ലിസ്റ്റിൽ ഒരു കുഞ്ഞു തവളയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചിലർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ വാസ്തവം അതാണ്. കാഴ്ചയിൽ വളരെ മനോഹരമെന്ന് തോന്നുന്ന ഒരു ജീവിയാണ് ഈ വിഷം വഹിച്ചു കൊണ്ടുപോകുന്ന തവള. ഇവ അറിയപ്പെടുന്നത് പോയിസൺ ഡാർക്ക് ഫ്രോഗ് എന്നാണ്. ഇവയുടെ സൗന്ദര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊടിയ വിഷമാണ്. അതായത് 10 മനുഷ്യരെ വരെ ഇല്ലായ്മ ചെയ്യാനുള്ള വിഷം വെറും 2 ഇഞ്ച് മാത്രം വലിപ്പമുള്ള പോയിസൺ ഡാർക്ക് ഫ്രോഗ് വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്നത് ഇവയുടെ വിഷം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് ബാധിച്ചു തുടങ്ങും എന്നുള്ളതാണ്. കടലിനുള്ളിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞു ജീവിയെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കുന്നത്. കോൺ സ്നെയിൽ. അതായത് നമ്മൾ സാധാരണ കടലിൽ നിന്നും ഷെൽസ് ലഭിച്ചു കഴിഞ്ഞാൽ സൂക്ഷിച്ചു വയ്ക്കാറുള്ള പതിവ് ചിലർക്കെങ്കിലും ഉണ്ടാകും. എന്നാൽ അവയിൽ ഒഴിവാക്കേണ്ട ഒന്നാണ് കോൺ സ്നെയിൽ. വളരെ കൊടിയ വിഷം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ജീവിയാണിത്. 20 മനുഷ്യരുടെ ജീവൻ ഇല്ലായ്മ ചെയ്യാനുള്ള വിഷം ഒരു കോൺ സ്നെയിലിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
ഇന്ത്യൻ സമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലും ഡീപ്പ് വാട്ടറിലാണ് ഇവ കാണപ്പെടുന്നത്. ചെറുജീവികളെയും മത്സ്യങ്ങളെയുമാണ് ഇവ സാധാരണ രീതിയിൽ ഭക്ഷണമായി ഉപയോഗിക്കാറ്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൊടിയ വിഷമുള്ള ജീവികളിൽ ഒന്ന് തന്നെയാണ് കോൺ സ്നെയിൽ.